ഉമ്മണ്ടിട്ട് അവിടെ ഓള് സമ്മതിക്കൂലേ? ഓളൊക്കെ സമ്മതിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. സമ്മതിച്ചാ മതി, ഒക്കെ സമ്മതിക്കും. ഏതോ വാവുട്ടി ഇവിടെ? വാവുട്ടി ഇവിടെ ഇല്ല. ഓളെ ചെരുപ്പല്ല എടുക്കണം. ചെരുപ്പൊക്കെ അവിടെ ഉണ്ടാവും, ഓള് ഇവിടെ ഇല്ല. എന്തേ? അല്ല ഓളൊന്ന് വിളിക്കേ. എന്തിനാ? അല്ല കളിക്കാനായിട്ട്. ഓളെ കളിക്കാനൊന്നും വിടില്ല. ഓള് ഞങ്ങളെപ്പല്ല കളിച്ചിരുന്നത്. അതൊക്കെ പണ്ട്. ഓള് ഇൻസ്റ്റാസ്റ്റാർ ആയത് അറിഞ്ഞില്ലേ നിങ്ങള്? എന്താ? കണ്ട മണ്ണിലും ചളിയിലൊക്കെ കളിച്ചാലേ ആ ഓളെ ചാട്ടത്തിന് ബാധിക്കും അത്. വാവുട്ടിയേ പോയെ പോയെ. വാവുട്ടി വാട്ടി വാണ്ട് നിങ്ങളോടല്ലേ പോവാൻ പറഞ്ഞു. ഗോ ഗോ ഗോ. എന്താ മമ്മി? ഇതേടി എന്റെ പഴയ കൂട്ടുകാരികൾ വന്നിരിക്കണ്. പഴയ കൂട്ടുകാരി എന്താടി? ഇവളും കൂടി എന്റെ വീഡിയോ കേട്ടവൾക്ക് സ്റ്റാർ ആണത്ര. പിന്നെ ഈ അല്ലേ പറഞ്ഞേ? എന്നിട്ട് പിന്നെ മേക്കിടുക. അയ്യടി എന്റെ മോളെ കൂട്ട് പിടിച്ചിട്ട് അങ്ങനെ സ്റ്റാർ ആവാൻ നോക്കണ്ട നിങ്ങള്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അത് എനിക്ക് ആരൊക്കെയെന്ന് അറിയാം. പോയെ 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 പോ പോയി റീൽസ് പഠിക്കടി. റീൽസ് ആണ് നിന്റെ വഴി. പോ. ഇങ്ങനെ വന്നോളൂ. വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതാ സംഭവം എന്നുള്ളത്. നിങ്ങളെ 2 കൊളാബായിട്ട് വരി. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ആലോചിക്കാം. അപ്പൊ ഒരു കൊളാബ് അങ്ങനെ ഇപ്പൊക്ക് സ്റ്റാർ ആവണ്ട. എനിക്ക് ചെറുതായിട്ട് ആവണമെന്നുണ്ട്. അനക്കുണ്ടോ? എന്നൊക്കെയുണ്ട്. നമുക്ക് ഓളം മലർത്തി അടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ഇതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട്. ആ സമയത്ത് പോയില്ലെങ്കിൽ എന്നെ പോലെ പിടിക്കപ്പെടും. ഓടുക പോയെടുത്തു. എൻ്റെ എന്താണ് പരിപാടി ഇവിടെ? ഞങ്ങളെ കാണാൻ നിൽക്കായിരുന്നു. കുറുമാമ ചെരുപ്പൊക്കെ ഉണ്ട്. എന്താ ചെരുപ്പിട്ടില്ലാന്നോ? ചെരുപ്പ് കാലമുണ്ടല്ലോ. ചെരുപ്പൊക്കെ ഉണ്ട്. എന്തോ ഉടായ്പുണ്ടല്ലോടാ മക്കളെ. അല്ല ഞങ്ങളാ കൂറ പരിപാടിയൊക്കെ എന്തായി? അല്ല അതൊന്നും ശരിയാവത്തില്ല. എന്തായാലും നിങ്ങളെ സ്റ്റാറ്റസിനെ പറ്റുന്ന ജോലിയില്ല കേട്ടാ. നമ്മളെ സ്റ്റാറ്റസിനെ പറ്റിയൊരു ജോലി അല്ലെങ്കിലും വേറെ എന്ത് ചെയ്യാനാ? അല്ല നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ? നമുക്കോ? ഹേയ് ഞാൻ ആ പഴയ പരിപാടിയൊക്കെ കിട്ടും. ഒക്കെ ഇപ്പോൾ ബന നോക്കണത് ഇപ്പോൾ പ്രായവരിയല്ലേ. ശരി. അപ്പോൾ നീ പുതിയ ബിസിനസ് ചെയ്യാൻ നിൽക്കുക? പൈസയൊന്നും ഇല്ല വൈ. പൈസ വിഷയമല്ല. പൈസ എത്ര വേണമെങ്കിലും ഇറക്കാം. അല്ലെങ്കിൽ പൈസ ഒന്നും വേണ്ട. ഈ പരിപാടിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഉത്തരവാദിത്തോടുകൂടി ചെയ്യണം. നീ ചെയ്യുമല്ലോ. നീ ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ കൊട്ടയുണ്ടോ? കൊട്ട എടുക്കുക. 2 കൊട്ട എടുത്തോ? 2 പേരില്ലേ? ഈ കൊട്ടയെടുത്ത് നേരെ പാടത്ത് പോവാം. പാടത്ത് ചെല്ലുമ്പോഴേ നല്ല മനോഹരമായ പശുക്കൾ അവിടെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നല്ല മനോഹരമായ ചാണകവും കാണാം. എന്നിട്ട് നിങ്ങൾ 2 പേരും കൈ കൊണ്ട് ചാണകം ഇങ്ങനെ വാരുക, കൊട്ടയ്ക്കകത്ത് നിറയ്ക്കുക, വാരുക, കൊട്ടയ്ക്കകത്ത് നിറയ്ക്കുക. അങ്ങനെ ഈ ചാണകം കൊട്ടയ്ക്കകത്ത് നിറഞ്ഞു തീരുന്നുണ്ടെങ്കിൽ ഈ കൊട്ടയായിട്ട് നേരെ ആ തങ്ങമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയാൽ മതി. അവർ വീടിൻ്റെ ഫ്രണ്ടിലേ കുറച്ച് തേക്കണമെന്ന് പറഞ്ഞായിരുന്നു. അവർ ഈ ചാണകം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓണത്ത് പൊട്ടി പൈസ കഴിഞ്ഞു തരും. എങ്ങനെ സംഭവം നല്ല പരിപാടിയാണ്. പക്ഷെ ഞങ്ങളെ കൂറ പരിപാടിയൊക്കെ നല്ല പരിപാടിയാണ്. അല്ലേ ഞങ്ങളെ പോയിട്ട് 2 കൊട്ട എടുത്തിട്ട് വരാം. പോവാൻ പറയാം. ചെമ്മീൻ ചാടിയ ചട്ടിയോളം പിന്നീം ചാടിയ മുട്ടോളം ചുമ്മാ പൂതാൻ നിൽക്കാതെ പിന്നെയും കളിക്കാൻ നിൽക്കാതെ. ആ എലിവേഷം പോയടാ. എന്താണ്? അടിപൊളി. ഇത് വലിയല്ലോ ഒതുങ്ങലട്ടാ. ശരിക്കും? അതുകൊണ്ടല്ലേ ഞാൻ ഈ ഓൺ വോയിസ് പിടിച്ച്. മറ്റേ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലടോ. ഒരുപാടും നമ്മൾ ഡാൻസ് കളിക്കും. അതിലിപ്പോൾ എന്താ കാര്യമുള്ളൂ? ഇമ്മക്കും വേണ്ട ഒരു യൂണിക്നെസ് ഒക്കെ. ഇന്ത്യയിൽ ഒരു അടിപൊളി വോൺ വോയിസ് ഇട്ടുണ്ട്. കോമഡി സാധനം. നമുക്ക് ഇതാലോ. മമ്മി പറഞ്ഞിട്ടുണ്ട് ലോക്കൽസിൻ്റെ ഒപ്പം ചെയ്യണ്ടാവും. നമുക്കില്ലടോ ആഗ്രഹം സാറാവണമെന്ന്. അണക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കുൽസുൻ്റെ ഒപ്പം ചെയ്തോ. ഓള് ചെയ്യണം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഓരൊപ്പം ചെയ്തിട്ട് ആര് കാണാനാണ്? എൻ്റെ ഇജ്ജ് കൊളാബടിച്ചത് തിരിച്ച് ചെയ്താൽ പോരെ. ഞാൻ രക്ഷപ്പെട്ടില്ലേ? ഇജെങ്ങാനും ഇങ്ങനെ രക്ഷപ്പെട്ടാല് ഞാനും ഡമ്മിമണ്ടന്മാരായില്ലേ. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. ഇജ്ജ് പോയേ. ഇജിനെ കൂട്ടൂലല്ലോ? ഇല്ല. എന്റെ നവോ കടി കരുനാക്ക് ഇജ്ജിനെ അനുഭവിക്കോടി. ഇജ് എൻ്റെ അറിയില്ല പണ്ടാരടങ്ങി പോടി. ചെമ്മീൻ ചാടിയ ചട്ടിയോളം പിന്നീം ചാടിയ മുട്ടോളം ചുമ്മാ കളിക്കാൻ നിൽക്കാതെ. ക്ഷമിക്ക്. എടതൊരു കലയല്ലേ. അപ്പൊ അതിനനുസരിച്ച് റിസ്ക് ഉണ്ടാവും. 2 കാലോട് വരുന്നുണ്ട്. ഇന്നലെ വരെ എൻ്റെ ഇപ്പം നടന്ന ആളാ. ഇപ്പൊ നോക്ക് ആ കാലുകൾ എങ്ങോട്ടാന്ന് നോക്കോ. മനുഷ്യന്മാരുടെ ഒക്കെ മനസ്സായി. ഇത് പരിചയമുള്ള കാലുകളാണല്ലോ. നിങ്ങളെവിടുന്നാ? ഞങ്ങൾ വാവട്ടടുത്തേക്ക് പോയതാണ്. എന്നിട്ട് ഓളെവിടെ? ഓള് വലിയ ഇൻസ്റ്റാ സ്റ്റാർ അല്ലേ. ഓള് പുറത്തിറങ്ങൂല. എത്ര
ഞങ്ങളെ ഓളപ്പം റീൽ ചെയ്യാൻ പോയതാ. പക്ഷെ ഓളെ തള്ളി. കൊളാബ് ആണത്ര. ഒരു കൊളാബ് ഉണ്ടെങ്കിൽ അത്ര നമ്മളോട് റീൽ ചെയ്യുള്ളൂ. 1 മാസം കൊണ്ട് നമുക്ക് ഓളെ തൂക്കണം. അല്ല, നേരത്തെ കൊളാബിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഒരാളുണ്ട് കൊളാബിനോൾക്ക് പറ്റിയൊരാളുണ്ട്. ബാ നടക്ക്, മാസ്റ്ററോളെ ഇപ്പം ഇറങ്ങിത്തരാം. ഇല്ല, പറ്റില്ല. ഇന്നിപ്പോ റീൽസ് എടുക്കാൻ പറ്റില്ല. കൊളാബിന് റീൽസിന്റെ ഒക്കെ തിരക്കാണ്. ഒരാഴ്ചക്ക് മോൾക്ക് ഇടല്ല. എന്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര നേരമായി പറയണ് പറ്റില്ല. കണ്ട ഓളെ അഹങ്കാരം കണ്ട, ഓളെ അഹങ്കാരം തീർത്തരാം. ഓളെ കൊളാബും ബോധി. എടാ ഞാനറിയട്ടെ. എന്താ പോനെ? മാങ്ങക്ക് കല്ലെറിയാൻ മാത്രം ചായട്ടി ചേട്ടാ. എടാ ഞാൻ കുറെ അറിഞ്ഞുള്ളതാണ്. ഇത് ഇജ്ജ് വിചാരിക്കണ പോലെ അല്ല. ഇവിടെ എങ്ങനെയെങ്കിൽ ചന്ദ്രേച്ചിയുടെ ജനാല, ഇവിടെ രാഘവേട്ടൻ്റെ ഓട്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മളെ മാവ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സാമ്പത്തിക പ്രശ്നം. അതുകൊണ്ട് ബി കെയർഫുൾ. പൊടിക്ക അപ്പുറത്തെ പറമ്പിൽ കയറല്ലേ പൊടി. ഒരു മുളക് കൂട്ടിയിട്ട് ഒരു മാങ്ങ എന്നുള്ളതിൻ്റെ ആഗ്രഹം തുലാസിലാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ മുളകും അങ്ങനെ മാങ്ങ മതി. നമുക്കെന്നെ ശരിക്കും അറിയില്ല. ഓളോടെ ഒരു ചെമ്മീൻ ചാട്ടും കാണിച്ചു കൊടുക്കണ്ടോ? കല്ലെന്നാ കല്ല് കഴിഞ്ഞ് ഇനി മുളക് വെച്ചെറിഞ്ഞോ. മുളക് വെച്ചിട്ടാണോ മാങ്ങ എറിഞ്ഞ്? കല്ലോട് പറയാ വീത്താലോ ജി. എന്നാലേ എത്തി പിടിക്കാൻ പറ്റിയ വല്ല മാങ്ങ ചക്ക ഉണ്ടാകുന്ന നോക്കിയത് അതെനിക്ക് പറ്റുള്ളൂ. അവിടെ നിക്ക്. എനിക്ക് അന്നോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞങ്ങളുടെ ചേച്ചി അല്ലടാ. ഏത് വകയില്? എന്റെ വർഷം ഏതാ? 2010. ഞാൻ 2010 എന്റെ മാസം എത്ര? ഏപ്രില്. ഞാൻ ഫെബ്രുവരി ആടാ. എന്നെക്കാട്ടി 2 മാസത്തിന് മൂത്തത് ഞാന്. ഞാൻ ജനുവരി കേട്ടോ. എന്നെക്കാട്ടി 1 മാസത്തിന് ഇളയത് ഞാന്. എളിമ കാണിക്കടാ. എനിക്കിപ്പോ എന്താ ആവശ്യം? എനിക്ക് സ്റ്റാർ ആവണം. സ്റ്റാറിലാ കാണണേ? അതല്ല, ഇൻസ്റ്റാ സ്റ്റാർ. വാവിട്ടിടെ. എൻ്റെ ഒക്കെ ഫോണുണ്ടോ? ഫോൺ ഞാൻ എടുത്തുതരാം. ഫോണില്ല. എൻ്റെ അമ്മൻ്റെ ഉണ്ട്, പക്ഷെ ലോക്ക് പറഞ്ഞിട്ടില്ല. ലോക്ക് വേണ്ട. എൻ്റെ അടുത്ത് ഒരു ഓൺ വോയിസ് സാധനം ഉണ്ട്. ഇല്ലാണ്ട് ഉറപ്പാണ്. പോയി എടുത്ത് വായേട്ടാ. പറയാനിയാ നോക്കാം. ഹലോ, പിന്നെ വിളിക്കാം. നിങ്ങളെങ്ങോട്ടാ? ഇങ്ങളാ? അല്ല, മാവട്ടിന്റെ അമ്മ എങ്ങോട്ടാ? കടയ്ക്ക് ഇവൾക്കൊരു ലേസ് വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങാൻ പോവാ. ശരി. ആ അതെ, നിങ്ങളൊക്കെ എന്താ പറഞ്ഞിരുന്നു റീൽസ് എടുക്കുമ്പോ? ഞങ്ങളെ കളിയാക്കാനായിരുന്നു എല്ലാരും. ഞാനൊന്നും പറഞ്ഞില്ല. ഈ പറഞ്ഞില്ല. അവിടെ ഉള്ളവരൊക്കെ പറയുമ്പോ അത് ശ്രദ്ധിക്കണ്ടേ? അവരോട് പറയണ്ടേ പറയരുതെന്ന്? ഞങ്ങളെ കളിയാക്കായിരുന്നു എല്ലാരും. ഇപ്പൊ എന്തായി? ഞാനൊന്നും ഇവിടെ കളിയാക്കിയിട്ടില്ല. എൻ്റെ മോള് ഇൻസ്റ്റാ സ്റ്റാറായി, നല്ലൊരു നിലയിലെത്തി. ഇന്ത്യ ഞങ്ങളെ പുറ്റു നോക്കുകയാണ്. എൻ്റെ മോളേനെ സ്റ്റാറായി. അടുത്ത റീലിന് വേണ്ടി ആൾക്കാർ വെയിറ്റിങ്ങിലാ. ട്യൂഷന് വിടുമല്ലോ അല്ലേ? അത് 2 ആഴ്ച പിടിക്കും. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി. എക്സാം ആകുമ്പോഴത്തേക്കും. ഇല്ലെങ്കിലേ മുട്ട കിട്ടും. നോക്കാം. ഐശ്വര്യയുടെ കാര്യം എന്തായി? നടക്കുമല്ലോ. സൂചേട്ടാ, ഓ എന്താ നിങ്ങളൊന്നും വെറുതെ രക്ഷപ്പെടാത്ത. ഈ പിള്ളേരെ കൂടെ നടക്കണ്. ഇവന്മാര് നിന്നെ കാട്ടി ക്ലാസ്സാ. നീ വന്ന കാര്യം പറ. ആ, നന്നായിട്ട് എന്തായാലും പറയാം. നിങ്ങളാ പാറ്റച്ചോക്കിന്റെ ബിസിനസ് ഉണ്ടല്ലോ, അതത്ര മോശമല്ല. അതെനിക്കറിയാവുന്ന കാര്യം തന്നെ. നീ വന്ന കാര്യം പറ. ഒരു വീട്ടിൽ എത്ര പാറ്റകൾ ഉണ്ടാവും? 8-10 പാറ്റകൾ എന്തായാലും കാണും. ആ, ഇന്ത്യയിൽ എത്ര വീടുണ്ട്? കോടാനുകോടി വീടുകൾ. അപ്പൊ എത്ര പാറ്റകൾ ഉണ്ടാവും? 1,00,000 കോടി പാറ്റകൾ കാണും. ആ, ഈ ഓരോ വീട്ടിൽ നിന്നും നിങ്ങളേന്ന് ഒരു ചോക്ക് വെച്ച് വാങ്ങി എങ്ങനെ ഉണ്ടാവും? ആ, അത് ശരിയാ. ഞാൻ രക്ഷപ്പെടും. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ ഈ നാട്ടുകാർക്ക് മനസ്സിലാവണ്ടേ? അതിനൊരു വഴിയുണ്ട്. അതേറ്റാ വന്ന് എന്താ? ഓൺലൈൻ മാർക്കറ്റിംഗ്, അഥവാ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതൊക്കെ നീ എവിടെ നിന്നാ ശുക്രെ പഠിച്ചത്? ഇതാ പറഞ്ഞു. ഒരു ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ എത്ര ഫോണുകളാണ്? ഡിസ്പ്ലേ പൊട്ടിയതെല്ലാം കൂടെ ചേർത്തൊരു 4-5 ഫോൺ എന്തായാലും കാണും. ആ, ഇന്ത്യയിൽ എത്ര വീടുണ്ട്? കോടാനുകോടി വീടുകൾ. അപ്പൊ എത്ര ഫോൺ കാണും? 2-3 ലക്ഷം കോടി ഫോണുകൾ. ഇവരൊക്കെ ഈ ഫോൺ എടുക്കുന്നു, നമ്മളെ സാധനം കാണുന്നു, ലൈക്ക് ചെയ്യുന്നു, വിളിക്കുന്നു, സാധനം മേടിച്ചോണ്ട് പോകണം. ഈസി അല്ലേ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ എങ്ങനെ? കൊളാബ് അടിക്കണം. കൊളാബോ? നിങ്ങളതിൽ കുറച്ചൊക്കെ ഉണ്ടോ? ആ, അതൊക്കെ ഉണ്ട്. ഒരു 4 ജനം എടുത്താ ഞാൻ വിറ്റ് കാണിച്ചു തരാം. ചോക്കൊക്കെ തരാം, പക്ഷെ അവസാനം എനിക്ക് വള്ളിയാവരുത്. ഇത് റോഡിലും അതിലും ഒന്നും വരച്ചോക്കുള്ള സാധനമല്ല. ഇല്ലെന്നേ. ഞാൻ തന്നേക്കാം, നീ വയ്ക്കൂ. ഞാൻ സെറ്റ് ആക്കി തരാം. തരണേ? ഓഹോ, ഓക്കെ. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നി.
വീട്ടിലുണങ്ങാൻ മാർത്ത് വാവുട്ടിയേ 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 എന്താണ് ചക്ക നിങ്ങളല്ലേ പറഞ്ഞ കൊളാബ് വേണമെന്ന് പറഞ്ഞു വേണമെന്ന് ഒരു നല്ല കൊളാബ് പറ്റാൻ വന്നിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് നമുക്ക് കൊളാബ് കിട്ടിയ പൈസ കിട്ടുവോ? നിങ്ങൾ ഇതിന്റെ മുന്നേ കൊളാബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതേ റീൽ ചെയ്യുമ്പോ അല്ല, കൊളാബിന് വേറെ കഴിവ് വേണം. ആ കൊളാബ് ചെയ്ത് നിങ്ങൾ വിജയിച്ച മാരുതി, സുസുക്കി, ചെമ്മണ്ണൂര്, വെറ്റിലടക്കം ഒക്കെ അവിടെ ക്യൂവാ നിൽക്കും. അങ്ങനെ ആ ഇപ്പൊ ഏത് കമ്പനിയാ? കമ്പനിന്നല്ല, ഒരു വലിയ രാജ്യത്തുനിന്നാ, ജപ്പാനിൽ നിന്നും ഊറച്ചോ. ഇതാണ് എന്റെ കൊളാബ്. ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി തരാം. ആദ്യം എല്ലാവരും ചെറുതെന്ന് തുടങ്ങുക. നിങ്ങളിതൊക്കെ ചെയ്യേണ്ടി നാട്ടുകാരറിയട്ടെ. എല്ലാവരും അങ്ങനെ തന്നെ ചെറുതെന്ന് വലുതേക്ക് വരിക. വലുതേക്ക് വന്ന പൈസ എന്നിറങ്ങും. പിന്നെ നമുക്ക് വീടൊക്കെ മേലേക്ക് എടുക്കണ്ടേ? ഔട്ടിയാണ് കാര്യം മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞെടുക്ക. ആ കൊടുത്തു തരി. പണ്ടെന്റെ വീട്ടിൽ കൂറകൾ എപ്പോഴും വരുമായിരുന്നു. എന്റെ പുതിയ ഡ്രസ് എല്ലാം നാശമാക്കും. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് സൂപ്പർ ചോക്ക്, കൈയെടുക്കണം അഥവാ പാറ്റ ചോക്ക്. ഇത് ഉപയോഗിച്ചതിൽ പിന്നെ പാറ്റകളെ വന്നിട്ടില്ല. ഇനി നിങ്ങളും ഇത് ഉപയോഗിക്കൂ, പാറ്റയിൽ നിന്ന് വിമുക്തമാവൂ. പാറ്റയെ മാറ്റൂ, കൂറച്ചോക്ക് വരച്ച് ഉറുമ്പിനെ തുരത്തു, പല്ലിക്കുട്ടനെ അകറ്റൂ. സൂപ്പർ ചോക്ക് വരച്ച് നിങ്ങളുടെ തല വരെ മാറ്റ്. Cut it. Excellent. One more.